ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ രാവിലെ തന്നെ നീറ്റ് വരുന്നുള്ളൂ. പിന്നെ കുഞ്ഞട കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കാണ് അവൻ. ഇന്ന് നേരം ഒരുപാടായിട്ടുണ്ട്, അതൊന്നാലും ശ്രദ്ധിക്കേണ്ട. എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നേരെ വൈകിണിക്കണേ. ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ ഒക്കെ ഒരു കഥയാകും. കഥയല്ല, അവിടെയാണ് നമ്മൾ ചിട്ടയോടെ നേരത്തെ പൊന്തുന്നതും ഒക്കെ അവിടെയാണ്. ഇവിടെ പിന്നെ ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ എൻ്റെ പോക്ക്. പിന്നെ ഞാൻ നേരെ നീറ്റ് ഉമ്മറത്തേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനാണ് അവസാനമായിട്ട് നീറ്റ് വരുന്ന ആൾ. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കാര്യങ്ങളും പിന്നെ തീറ്റയും മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചെക്കൻ കഴിക്കൽ തുടങ്ങി കേട്ടോ. ചെക്കൻ ചപ്പാത്തിയും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി പിന്നെ ഉള്ളി റോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ചെക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇരുന്നിട്ടാണ് ആകെ വലിച്ച് കാട്ടിക്കൊണ്ട് ഇല്ലാതെയാണ് അവർക്കൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അവൻ കഴിച്ച് ഞാൻ പിന്നെ പല്ല് തേക്കാൻ പോയി. പല്ല് തേച്ച് വന്ന് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടന് അനിയനോട് കുറച്ച് സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് കെട്ടിപ്പിടുത്തമൊക്കെ ഇങ്ങനെയാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള കെട്ടിപ്പിടുത്തമാണ് കേട്ടോ. പിന്നെ അവരുടെ സ്നേഹം കഴിഞ്ഞ് പിന്നെ ചെക്കൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിൽ. കഴിഞ്ഞാൽ പിന്നെ അവൻ ABCD പറഞ്ഞ് പഠിക്കുകയാണ്. ABCD കുറച്ച് പറയൂ കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോണ ഒരു പ്രശ്നം, അതൊക്കെ ക്ലിയറായി വരുന്നുള്ളൂ. LKG എത്തിയിട്ടുള്ളൂ. അതൊക്കെ അങ്ങനെ സെറ്റ് ആയിക്കോളും. പിന്നെ ഹായ് തന്നത് എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ്. പക്ഷേ എൻ്റെ മോൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ മോൻ ആരുടെ സ്വഭാവമാണെന്നാവും. ഞാൻ പറയും, എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഏട്ടൻ്റെ സ്വഭാവമാണെന്ന് അറിയും കേട്ടോ. ഏട്ടൻ പറയും എൻ്റെ സ്വഭാവമാണെന്ന്. സത്യത്തിൽ ആരുടെ സ്വഭാവമാണെന്ന് അറിയില്ല. ദിവസം കരഞ്ഞിട്ടല്ലാതെ എൻ്റെ കുട്ടി സ്കൂളിൽ പോകില്ല കേട്ടോ. രാവിലെ എണീറ്റെന്നാൽ ചില ദിവസം എണീറ്റ് വരുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞാണ്. ഇപ്പോൾ കുളിക്കാൻ വിളിക്കുമ്പോഴാണ്, കുളിക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവനൊരു തെറ്റിദ്ധാരണ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. കുളിക്കാൻ വിളിച്ച് അപ്പം തുടങ്ങും കരച്ചിൽ. കുളിക്കാൻ ഇല്ല എന്നല്ല, സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അത് ആ നാടകമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോകുന്നത് വരെ കരയും. ഇപ്പോൾ ഇവിടുന്ന് പോകാനുള്ള മടിയാണോ എന്തോന്നറിയില്ല. ഇപ്പോൾ അങ്ങനെയാണ്, അവൻ കരഞ്ഞിട്ടാണ് എന്നും സ്കൂളിൽ പോകും. അതിൻ്റെ ഇടയിൽ എൻ്റെ മുഖടയ്ക്കൊന്ന് കിട്ടിയത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇടയ്ക്കിടയ്ക്കുള്ളതാണ് കേട്ടോ. നല്ല വേദനയാണ്. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ചിലത് അങ്ങനെ ഉണ്ട്, വേദന ഇല്ലാതെ പോകും. ചിലത് നല്ല വേദനയാണ്, പൊന്നീച്ച പറഞ്ഞ വേദനയാണ് കേട്ടോ. ഇവർക്ക് എവിടെ നിന്നാണ് ഈ അടി? ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഭയങ്കര അടി. നല്ല വികൃതിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഏട്ടൻ്റെ മോനിതാ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ സിന്ദൂരൊക്കെ ഒന്ന് വരച്ച്. പിന്നെ ഇതെൻ്റെ ചെക്കൻ്റെ വണ്ടിയാണ് കേട്ടോ. മറ്റോ കുറച്ച് നേരത്തെ പോയി. ഇവന് 10 മണിക്കാണ് കേട്ടോ വണ്ടി വരിക. പിന്നെ ചെറിയ ആൾ നീറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. ചെറിയൊരു ജലദോഷവും പനിയും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ കരഞ്ഞ്. പിന്നെ മൂക്കടയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഹോസ്പിറ്റലൊക്കെ കുറച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അടുത്ത് കുറേ നേരം ഇങ്ങനെ നടന്ന്. പിന്നെ കുളിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. തുടച്ചു കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നല്ല ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ തോർത്തുമുക്കി പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായി ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വയ്യായി ഇങ്ങനെ വിട്ട് പോകാതെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് കുറേ നേരങ്ങൾ നടന്നു. പിന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. പിന്നെ അവനിങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാൻ വിചാരിച്ചു. വൃത്തിയാക്കി കൊടുത്ത് കുളിച്ചിട്ട് കുറേ ദിവസം ഇങ്ങനെ തുടച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുട്ടി നല്ല തുടച്ചു കൊടുക്കും. അങ്ങനെ തുടച്ചിട്ട് അതാണ് ഒരു ചാർവാവുണ്ട് ഇങ്ങനെ പനിയായതുകൊണ്ട്. പിന്നെ അവന് വൃത്തിയാക്കിയിട്ട് നമ്മൾ മറ്റേ വയമ്പും ഇതൊക്കെ അരച്ചു കൊടുക്കാൻ കേട്ടോ. നിങ്ങളവിടെ ഉള്ളൊരു പരിപാടിയാണ്. അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതൊക്കെ അരച്ച് മുഖത്ത് മേലൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ വായിൽ ഇത്തിരി കാക്കി കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് മരുന്നുണ്ടായിരുന്നു അവന് കൊടുക്കാൻ, അതും കൊടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.